ഈ വർഷത്തെ പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് 6 തീമുകളാണുള്ളത്. ആ തീമുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും, അതായത് ഒക്ടോബർ 16-ാം തീയതി വരെ നമ്മൾ ഇത്തരത്തിലുള്ള തീമുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഗുണഭോക്താക്കളും അല്ലാത്തവരെയൊക്കെയാണ് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും വ്യത്യസ്തമാർന്ന കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടാവുന്ന ആക്ടിവിറ്റികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നാളെ ബുധനാഴ്ച നമ്മൾ അംഗൻവാടി തലങ്ങളിൽ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് കൈ കഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ്. ഇതിൽ നമുക്ക് പ്രീ സ്കൂൾ കുട്ടികളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രീ സ്കൂളിൽ വല്ലാത്ത കുട്ടികളെയും രക്ഷിതാക്കളെയും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടുതൽ ആളുകളിലേക്ക് ഈ ബോധവൽക്കരണം എത്തിക്കുന്നതിന് വേണ്ടി AG കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ നിങ്ങൾ അറിയിക്കുക. വരുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടായിരിക്കണം നാളത്തെ പ്രവർത്തനത്തിന് നമ്മൾ ചുക്കാൻ പിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കൈ കഴുകലിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. നമുക്കറിയാം ഇമ്പോർട്ടൻസ് ഓഫ് ഹാൻഡ് വാഷിംഗ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രവണതയാണ് കൈ കഴുകൽ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ രോഗങ്ങൾ തടയാൻ കൈ കഴുകൽ വളരെയധികം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൈകളിൽ വല്ല അണുക്കളോ ബാക്ടീരിയകളോ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് അടിയുന്നു. ഒപ്പം തന്നെ ശരിയായി കൈ കഴുകിയാൽ പനി, ജലദോഷം, വയറിളക്കം, വയറുവേദന, നമ്മൾ നേരത്തെ COVID-19 ഭാഗമായിട്ട് ഒരുപാട് കൈ കഴുകലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണങ്ങൾ ചെയ്തു വന്നതൊക്കെയാണ്. അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് A തുടങ്ങിയ രോഗങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് കൈ കഴുകലിലൂടെ നമ്മൾ തേടിയെത്തുന്നത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഒപ്പം ശുചിത്വം പാലിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകുന്നതും ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളിൽ പെട്ടതാണ്. ഒപ്പം ശുചിത്വമുള്ള കൈകൾ വ്യക്തിപരമായ ശുദ്ധിയുടെ അടയാളം കൂടിയാണ്. കൃത്യമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പോയിന്റ് നമ്പർ 3, മറ്റുള്ളവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതായത് കൈ കഴുകാതെ മറ്റുള്ളവരുമായി കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടുമ്പോൾ അണുബാധയാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ കഴുകൽ സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ് എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. 4ാമത് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഇതൊരു നല്ല ശീലമായി വളർത്തുന്നു. ചെറുപ്പം മുതൽ കൈകഴുകൽ ശീലം ഉൾക്കൊണ്ടാൽ ജീവിതാന്ത്യം വരെ ശുചിത്വ ബോധം നിലനിർത്താൻ കുട്ടികൾക്ക് കഴിയുമെന്നുള്ളതാണ്. അതായത് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ട ആദ്യ പാഠഭാഗം എന്ന് പറയുന്നത് കുട്ടികളിൽ കൈ കഴുകുന്ന പ്രവണത വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ചെയ്യുന്നതിലൂടെ ആരോഗ്യകരമായിട്ടുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാവരും കൈ കഴുകൽ പാലിച്ചാൽ രോഗങ്ങൾ കുറയും. അതോടെ ആരോഗ്യകരമായിട്ടുള്ളൊരു സമൂഹമാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ നിസ്സാരം ഒരു കൈ കഴുകുന്നതിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ഇതേ ദിശയിൽ തന്നെ എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കൈ കഴുകേണ്ട പ്രധാനപ്പെട്ട സമയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ടീച്ചർമാരൊന്ന് കുറിച്ച് വെക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം, മൂക്ക്, വായ, നഖം തൊട്ട ശേഷം, ചുമയോ തുമ്മലോ കഴിഞ്ഞ ശേഷം, പുറത്ത് കളിച്ചു വന്നതിന് ശേഷം, ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഉടൻ, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും കൈ കഴുകണം എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടെ നിങ്ങൾ കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. കൈ കഴുകൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ വേണ്ട കുറച്ച് മുന്നൊരുക്കങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നതിലുപരി ഒരു ചിട്ടയായിട്ടുള്ള ഒരു ഘടന ടീച്ചർമാർ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പ് ഘട്ടമാണ്. ലക്ഷ്യം നിശ്ചയിക്കുക. കുട്ടികൾക്ക് ശരിയായ രീതിയിൽ കൈ കഴുകുന്നതിൻ്റെയും അതിൻ്റെ പ്രാധാന്യത്തിൻ്റെയും ബോധം നൽകണം ആദ്യം. രണ്ടാമത് ഒരു തീയതിയും സമയവും നിശ്ചയിക്കുക. കുട്ടികൾ കൂടുതൽ സജീവമായ സമയത്ത്, അതായത് മധ്യാഹ്ന ഭക്ഷണത്തിന് മുമ്പ്, കളിക്ക് ശേഷം തുടങ്ങിയവയൊക്കെ കൈ കഴുകുന്നതിൻ്റെ സമയം, തീയതിയും ഒക്കെ നിങ്ങൾ നിശ്ചയിക്കുക. സ്ഥലം ഒരുക്കുക. അംഗൻവാടിയിൽ കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ, വെള്ളം, സോപ്പ്, ബക്കറ്റ്, ടവൽ എന്നിവ ഒരുക്കണം. അപ്പോൾ നമ്മൾ ഇത് പ്രാക്ടിക്കലായിട്ട് തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൈ എങ്ങനെ കഴുകണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് വാഷിംഗ് സംവിധാനമോ, അതുപോലെ അല്ലെങ്കിൽ കൈ കഴുകൽ പ്രദർശന പോസ്റ്ററൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കി കുട്ടികൾ കൈ കഴുകുന്ന ഭാഗത്ത് വെക്കാം. ശുചിത്വവുമായി ബന്ധപ്പെട്ട പാട്ട് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് അവരെ കേൾപ്പിക്കാം. ബക്കറ്റ്, അതേപോലെ ടവല്, ടിഷ്യൂ എന്താണോ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ളത് അത് അവിടെ വെക്കാം. ചെറിയ ഗെയിം അല്ലെങ്കിൽ ചെറിയ ക്വിസ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കുട്ടികളെ നാളെ കൂടുതൽ
ആക്റ്റീവാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഘടന തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ഒരു ആമുഖം. കുട്ടികളോട് ആദ്യം ചോദിക്കുക, നിങ്ങളൊക്കെ കൈ എപ്പോഴാണ് കഴുകാറുള്ളത്? അപ്പോൾ കൈ കഴുകിയില്ലെങ്കിൽ എന്താകും എന്നുള്ള കാര്യങ്ങൾ കുട്ടികളോട് ചോദിച്ചറിയുക. അപ്പോൾ ചെറു കഥയോ കാർട്ടൂൺ വീഡിയോ വഴി വിഷയം ആകർഷകമാക്കുക. ഒപ്പം തന്നെ പ്രദർശനം, വല്ല ഡെമോ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. കൈ കഴുകേണ്ട 7 ഘട്ടങ്ങളുണ്ടല്ലോ, നമ്മളെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിഷ്കർഷിക്കുന്ന പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഫോണിലൂടെ കാണിച്ചു കൊടുക്കുക. കുട്ടികളെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൈ കഴുകൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ അവരെ പ്രാക്ടിക്കലായിട്ട് അവരെ കൈ കഴുകുന്ന രൂപം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനമാണ് ഹാൻഡ് വാഷ് സോങ് ഉപയോഗിച്ച് കുട്ടികൾക്ക് ആവേശകരമായ രീതിയിൽ കൈ കഴുകൽ കാണിക്കുക. ആ കുട്ടികളെ തന്നെ 2 ഗ്രൂപ്പുകളായി വിഭജിച്ച് കൈകഴുകൽ മത്സരം നടത്താം. ശരിയായ രീതിയിൽ കഴുകുന്നവർക്ക് സ്മൈലി സ്റ്റിക്കർ മുതലായിട്ടുള്ളവ സമ്മാനം കൊടുക്കാൻ സാധിക്കും. ഇതൊന്നും വലിയ ചെലവുള്ളതല്ല, എന്നാൽ കൂടുതൽ കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സമാപന സമയം, ദിവസേന കൈ കഴുകേണ്ട സമയങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം, പുറത്ത് കളിച്ച് വന്ന ശേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. മുഖം തൊട്ടതിന് ശേഷം കുട്ടികൾ എളുപ്പത്തിൽ ഓർക്കാനായി ഒരു സ്ലോഗൻ പറയുക, കൈ കഴുകൂ രോഗമകറ്റൂ. ഇത് അവരുടെ ക്യാപ്ചി ആയിട്ടുള്ള വേർഡുകൾ കൊടുക്കുന്ന സമയം അവരുടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ അവർ കൈ കഴുകുമ്പോൾ തന്നെ കൈ കഴുകൂ രോഗമകറ്റൂ എന്ന് പറയുകയും കൈ കഴുകുകയും ചെയ്യുമ്പോൾ ഇത് ആ കുട്ടിയുടെ ബ്രെയിനിലേക്ക് കയറും. ജീവിത അവസാനം വരെയും ആ കുട്ടി ഈ അംഗൻവാടിയിൽ നിന്ന് ടീച്ചർമാർ പകർന്നു കൊടുക്കുന്ന ഈ സ്ലോഗനൊന്നും ഒരിക്കലും മറന്നു പോകില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപ്ചി ആയിട്ടുള്ള വേർഡുകളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ആ പരിപാടിയെ കൂടുതൽ ഭംഗിയാക്കാനും കുട്ടികൾക്ക് നല്ലൊരു രീതിയിൽ പഠനം പോലെ തന്നെ ആ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം ഈ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ചിത്രരചന അല്ലെങ്കിൽ കൊളാഷ് പ്രവർത്തനം കൈ കഴുകലിൻ്റെ ശീലമാക്കാം. രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ നോട്ടീസ് തയ്യാറാക്കാം. കൈ കഴുകൽ ദിനം എപ്പോഴാണ്? ഒക്ടോബർ 15 ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. എപ്പോഴാണ് കൈ കഴുകൽ ദിനം? ഒക്ടോബർ 15. അന്ന് അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കൂടെ ടീച്ചർക്ക് നടത്താൻ കഴിയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത്. അതിൽ പങ്കാളികളാക്കേണ്ടത് നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളും പ്രീ സ്കൂൾ അല്ലാത്ത കുട്ടികളും AG കുട്ടികളും രക്ഷിതാക്കളും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും തുടങ്ങി എല്ലാവരെയും തന്നെ പങ്കെടുപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പങ്കാളികളാക്കുക. ടീച്ചർക്ക് ഇപ്പോൾ ഒരു ഘടന കിട്ടി, എങ്ങനെയാണ് പ്രവർത്തനം നടത്തേണ്ടത്, ഏത് സമയത്താണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് ക്യാപ്ചി ആയിട്ടുള്ള വേർഡുകളൊക്കെ കൊടുത്ത്, അതായത് കൈ കഴുകൂ രോഗമകറ്റൂ, ആ ഒരു കാര്യം മാത്രം ടീച്ചർ പറഞ്ഞാൽ മതി. ആ കുട്ടികൾ കൈ കഴുകുന്ന സമയം അത് പറഞ്ഞുകൊണ്ട് കൈ കഴുകുമ്പോൾ അവരുടെ ഓർമ്മയിൽ അത് തങ്ങി നിൽക്കും. അത്തരം രീതിയൊക്കെ ടീച്ചേഴ്സിന് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അറിയാവുന്നതുപോലെ കൂടുതൽ ഭംഗിയായി പ്രവർത്തനം നടത്തുന്നതിനൊക്കെ ടീച്ചർമാരുടെ ആ യുക്തിക്കനുസരിച്ച് ചെയ്ത് പൂർത്തിയാക്കുക. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്ന സമയം ടീച്ചർ ക്ലാസ് കൊടുക്കുന്നതും കുട്ടികൾ ഇരിക്കുന്നതിൻ്റെയും രക്ഷിതാക്കൾ പങ്കെടുക്കുന്നതിൻ്റെയും, അഥവാ കുട്ടികൾ ഈ പോസ്റ്റർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് AG കുട്ടികളെ കൈ കഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തേണ്ടത്, രേഖപ്പെടുത്തുന്ന സമയം ഏത് തീമും ആക്ടിവിറ്റിയും ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടി പൂർത്തിയാക്കി അന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. അപ്പോൾ ഏതാണ് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ തീമും ആക്ടിവിറ്റിയും എന്നുള്ളത് തുടർന്ന് കാണുക. താങ്ക്